വചനം 36 വാക്കർത്ഥം. അയഹ്സബു ഗണിക്കുന്നുവോ വിചാരിക്കുന്നുവോ അൽ ഇൻസാനു മനുഷ്യൻ അൻ യുത്റക അവൻ ഉപേക്ഷിക്കപ്പെടുമെന്ന് അഥവാ വിടപ്പെടുമെന്ന് സുദാ വെറുതെ. അയഹ്സബുൽ ഇൻസാനു അൻ യുത്റക സുദാ മനുഷ്യൻ വിചാരിക്കുന്നുവോ അവൻ വെറുതെയങ്ങ് ഉപേക്ഷിക്കപ്പെടുമെന്ന്. വചനം 37 വാക്കർത്ഥം. അലം യക്കു അവനായിരുന്നില്ലേ നുത്ഫതൻ ഒരു തുള്ളി ബിന്ദു മിമ്മനീയിൻ ഇന്ദ്രിയത്തിൽ നിന്നുള്ള ശുക്ലത്തിൽ നിന്നുള്ള യുംന ഒഴുക്കപ്പെടുന്ന അഥവാ സ്രവിക്കപ്പെടുന്ന ഒലിക്കുന്ന. അലം യകു നുത്ഫതൻ മിൻ മനiyyin യുംനാ അവൻ ഗർഭാശയത്തിൽ സ്രവിക്കപ്പെടുന്ന ഇന്ദ്രിയത്തിൽ നിന്നുമുള്ള ഒരു തുള്ളിയായിരുന്നില്ലേ. വചനം 38 വാക്കർത്ഥം. സുമ്മ കാന പിന്നെ അവനായി ആയിരുന്നു അലഖതൻ ഒരു രക്തപിണ്ഡം ചോരക്കട്ട. ഫഖലഖ എന്നിട്ട് അവൻ സൃഷ്ടിച്ചു. ഫസവ്വ അങ്ങനെ ശരിപ്പെടുത്തി ചൊവ്വാക്കി. സുമ്മ കാന അലഖതൻ ഫഖലഖ ഫസവ്വ പിന്നീടവൻ ഒരു രക്തപിണ്ഡമായി എന്നിട്ട് അവനെ അല്ലാഹു സൃഷ്ടിച്ച് ശരിപ്പെടുത്തി. വചനം 39 വാക്കർത്ഥം. ഫജഅല മിൻഹു എന്നിട്ട് അവനിൽ നിന്ന് ഉണ്ടാക്കി അഥവാ അതിൽ നിന്ന് ഉണ്ടാക്കി അസ്സൗജൈനി രണ്ട് ഇണകളെ, അസ്സകറ അതായത് ആണ്, വൽ ഉൻസ പെണ്ണ്. فجعل منه الزوجين الذكر والأنثى അങ്ങനെ അതിൽ നിന്ന് ആണും പെണ്ണുമാകുന്ന രണ്ട് ഇണകളെ അവൻ ഉണ്ടാക്കി. വചനം 40 വാക്കർത്ഥം. അലൈസ ദാലിക ആ അവനല്ലേ ബിഖാദിരിൻ കഴിവുള്ളവൻ, അല അൻ യുഹീയ അവൻ ജീവിപ്പിക്കുവാൻ, അൽ മൗത മരണപ്പെട്ടവരെ. അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹ്യിയൽ മൗതാ അങ്ങനെയുള്ള അവൻ മരണപ്പെട്ടവരെ ജീവിപ്പിക്കുവാൻ കഴിവുള്ളവനല്ലേ. 36 മുതൽ 40 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. അതെ, നിശ്ചയമായും അവൻ അതിന് കഴിവുള്ളവൻ തന്നെ. ശൂന്യാവസ്ഥയിലായിരുന്ന മനുഷ്യജീവിയെ കേവലം നിസാരവും നിർജീവവുമായ ഒരു വസ്തുവിൽ നിന്ന് ഉത്ഭവിപ്പിച്ച് പല ഘട്ടങ്ങളെയും തരണം ചെയ്യിച്ച് ഈ നിലക്ക് എത്തിച്ച ആ മഹാശക്തിക്ക് അവൻ്റെ മരണശേഷം അവനെ വീണ്ടും ഒന്ന് ജീവിപ്പിക്കുവാൻ കഴിയുമോ എന്ന് വിശേഷബുദ്ധിയുള്ള ആരെങ്കിലും സംശയിക്കുവാൻ അവകാശമുണ്ടോ? ഈ ഒടുവിലത്തെ വചനം ഓതിക്കഴിഞ്ഞാൽ സുബ്ഹാനക നീ മഹാപരിശുദ്ധൻ എന്നും, ബല ഇല്ലാതെ നിശ്ചയമായും കഴിയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നതായി ഹദീസിൽ വന്നിട്ടുണ്ട്. സൂറത്തുൽ മുർസലാത്തിൻ്റെ അവസാനത്തിൽ കാണാം. ഇൻഷാ അല്ലാഹ് അതുപോലെ നാമും പറയുന്നത് ആവശ്യമാണ്. ഈ വചനങ്ങൾ മനഃപൂർവ്വം അർത്ഥം ആലോചിച്ചുകൊണ്ട് ഓതുന്നവൻ താനറിയാതെ തന്നെ അപ്രകാരം പറഞ്ഞേക്കുക തന്നെ ചെയ്യും. اللهم لك الحمد ولك المنة ولك الفضل.